ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെ ദ്രോഹിക്കാൻ കിട്ടിയ അവസരം മാക്സിമം മുതലെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും മോളും കൂടി അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഇനിയിപ്പോൾ വന്നിരിക്കുന്ന കോച്ച് നന്ദുവിനെ ഉപദ്രവിക്കുന്നതും നന്ദുവിനെ ശിക്ഷിക്കുന്നതും ഒക്കെ ഇവർക്ക് നേരിട്ട് കാണാൻ അത് മൊബൈലിൽ പകർത്തി അയക്കണമെന്ന് വരെയായി ഇപ്പോൾ അനാമിക തമ്പുരാട്ടിയുടെ ആ ഒരു അഭിപ്രായം. അങ്ങനെ അവരതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഇതേ സമയത്ത് നന്ദുവും കൂട്ടുകാരിയും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോൾ ഇയാൾ വന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെ പറ്റിയൊക്കെ കൂട്ടുകാരി നന്ദുവിനോട് ഇങ്ങനെ പറയുക. നിന്നോട് അയാൾക്ക് മുൻവൈരാഗ്യം വല്ലതും ഉണ്ടോ എന്ന് കൂട്ടുകാരി ചോദിക്കുമ്പം എങ്ങനെ ഉണ്ടാവാനാ, ഞാൻ അയാൾ ആദ്യമായിട്ട് കാണുമല്ലേ എന്ന് പറഞ്ഞു നന്ദു. പിന്നെ നിന്നോട് മാത്രം എന്താ അയാൾക്ക് ഇത്രയ്ക്ക് ദേഷ്യം എന്ന് കൂട്ടുകാരി. നിന്റെ ഓരോ ചലനവും അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, നിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയത് എന്ന് പറയുമ്പോൾ എനിക്കും അങ്ങനെ തോന്നി. എന്നെ ശരിക്കും അയാൾ ഉപദ്രവിക്കുന്നുണ്ടെന്ന് നന്ദു ഇങ്ങനെ പറയാം. എൻ്റെ ഹൈറ്റിനെ പോലും അയാൾ പറയുന്നത് നീ കേട്ടില്ലേ? എൻ്റെ ഈ ഹൈറ്റ് വെച്ച് എങ്ങനെ സെലക്ഷൻ കിട്ടിയെന്നൊക്കെ അയാൾ പറഞ്ഞത്. അപ്പോൾ നിനക്ക് ആവശ്യത്തിന് ഹൈറ്റ് ഉണ്ടല്ലോ, അത് അയാൾക്ക് മാത്രം തോന്നിയില്ല. എന്നിട്ട് ഉയരം കൂടിയ ഷൂ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറച്ചിലും. അപ്പോൾ അയാൾ ഒരു കരടിയാണെന്ന് എനിക്ക് നേരത്തെ സൂചന കിട്ടിയതാണെന്നും അത് ഏതാണ്ട് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞെന്ന് കൂട്ടുകാരി നന്ദുവിനോട് പറയാം. ഇനി അയാളാണെങ്കിൽ എങ്ങനെ ട്രെയിനിങ് പൂർത്തിയാക്കും എന്നാ ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ പറയുമ്പം നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും കാണില്ല. നീ പറഞ്ഞതുപോലെ എന്നെയാണ് അയാൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ ആണുങ്ങൾ എന്നോട് മോശമായി പെരുമാറിയാൽ അതിനപ്പുറം നാവ് കൊണ്ടും കൈ കൊണ്ടും മറുപടി പറയാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇവിടെ ഇപ്പോൾ അത് പറ്റത്തില്ലല്ലോ, അങ്ങനെ ചെയ്താൽ ശരിയാവില്ലല്ലോ. ചെറിയൊരു പാളിച്ച പറ്റിയ പിന്നെ SI എന്നുള്ള എൻ്റെ മോഹം അതവിടെ പൊലിഞ്ഞു പോകും. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഞാൻ കാക്കിയിടുന്നതിനോട് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഇനി തോറ്റു മടങ്ങാനും ഞാനില്ല എന്നും പറഞ്ഞു. മുൻപുണ്ടായിരുന്ന ട്രെയിനർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് നിന്നെയായിരുന്നു. നിനക്ക് അയാൾ ഒരിക്കലും പണിഷ്മെൻറ്റ് തന്നിട്ടില്ല. പക്ഷെ ഇവിടെ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരി നന്ദുവിനോട് പറയുമ്പോൾ സാരമില്ലടാ, ട്രെയിനിങ് പീരീഡ് എല്ലാവർക്കും പരീക്ഷണം തന്നെയാണ്, അതിനെ അതിജീവിക്കുന്നതിലാണ് നമ്മുടെ മിടുക്കെന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് ഇങ്ങനെ ഓഫീസിലിരുന്നിട്ട് ഫയലുകളൊക്കെ മറിച്ച് നോക്കുക. പക്ഷെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ആദർശ് ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളായിട്ട് ഇരിക്കുന്ന ഈ ഒരു സമയത്ത് അനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. അനി കടന്നു വന്നപ്പോൾ അസ്വസ്ഥനായിട്ടിരിക്കുന്ന ആദർശിനെ അനി കാണുവാണേ. അനിക്ക് അന്നേരം എന്തൊക്കെയോ ഒരു ആദർശേട്ടനെ കണ്ടപ്പം എന്നിട്ട് നേരെ ആദർശിൻ്റെ അടുത്തേക്ക് അനി ചെന്നു. അപ്പോൾ ആദർശേട്ടൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക. ഏട്ടനാകെ ചൂടിലാണല്ലോ, എന്താ കാര്യം? ഏട്ടനെങ്ങാനും ഉടക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫ് ഏട്ടനെ ചൊടിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു ആദർശ് അനിയോട്. അത് പിന്നെ ഞാൻ ഏട്ടനൊരു ഫോട്ടോ അയച്ചു തന്നായിരുന്നല്ലോ, എന്നിട്ടും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയുന്നതല്ലാതെ അവളിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ ഏട്ടൻ ശ്രമിക്കുന്നില്ലല്ലോ എന്ന് നമ്മുടെ അനി പറഞ്ഞു. ഇറങ്ങി പോടാന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ ഒച്ചവയ്ക്കലായിരുന്നു ആദർശ്. ഇത് കേട്ടോണ്ടാണ് നയന വരുന്നത്. അപ്പോൾ അതെ, ഭയങ്കര സങ്കടം എനിക്ക്. നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സത്യമാണെന്നും അതിനിയും പറയും. നീ ഇപ്പോഴും നന്ദുവിൻ്റെ പിന്നാലെയല്ലേ എന്ന് ആദർശ് അനിയോട് ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഇതെല്ലാം കണ്ടു നയന നന്ദം വിട്ട് നിൽക്കാം. പിന്നെ നിന്നെ എനിക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? നീ ആദ്യം സ്വയം നന്നാകുക, എന്നിട്ട് അനാമികയെ കുറ്റം പറയാൻ ആദർശ് പറയുമ്പോൾ ഏട്ടൻ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും ന്യായീകരിക്കുന്ന ആളല്ല, പിന്നെന്ത് ഇപ്പോൾ ഏട്ടന് പറ്റിയതെന്നൊക്കെ ഇങ്ങനെ അതിന് ചോദിക്കുമ്പോഴത്തേക്കും എന്നെ നീ ചോദ്യം ചെയ്യരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് ആദർശ്. ഒന്നാമത് എനിക്ക് തല വരുത്തിരിക്കുക, അതിൻ്റെ കൂടെ ഈ ഒരു ടെൻഷനും കൂടി എൻ്റെ തലയിൽ എടുത്തു വെച്ച് തരരുതെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആദർശന് എന്തിനാ അനിയോട് ഇങ്ങനെ ചൂടാക്കുന്നതെന്ന് ചോദിച്ചു നയന. ചൂടായത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ നീ പോയി തണുപ്പിക്കാൻ ആദർശ് പറയാം, നീ നിൻ്റെ തലയിൽ നെല്ലിക്കാത്തളം വെക്കാനൊക്കെ പറഞ്ഞു. എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. നിൻ്റെ അനിയത്തിയുടെ പിന്നാലെ നടക്കരുതെന്ന് ഇവനോട് നീയും ഞാനും മാത്രമല്ല എൻ്റെ അമ്മയും പറഞ്ഞിട്ടുള്ളതല്ലേ, അതുമാത്രമാണോ? നിൻ്റെ അനിയത്തിക്കും കൊടുത്തിട്ടില്ലേ ഉപദേശങ്ങളൊക്കെ? എന്നിട്ടും രണ്ടെണ്ണം വഴിതെറ്റി നടക്കുകയാണെങ്കിൽ അവരെ തല്ലി നേരെയാക്കാനൊന്നും പറ്റത്തില്ല. ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയി രണ്ടിനൊന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇതൊക്കെ കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. നയനെ ഇങ്ങനെ ആകെ അത്ഭുതപ്പെട്ട ആദർശ് നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ എന്തിനാ ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞെന്താ സത്യമല്ലേ എന്ന് ആദർശ് ചോദിക്കുമ്പം ഏട്ടൻ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് എടുത്തി, അല്ലെങ്കിൽ ഒരിക്കലും ഏട്ടനെ ഇങ്ങനൊന്നും സംസാരിക്കത്തില്ലെന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞത് 100% ശരിയാണെന്ന് നയന പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നതൊക്കെ കള്ളമാണെന്നല്ലേ എന്നും പറഞ്ഞ് ആദർശ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണേ. നയനയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം,
ഞാനിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം, അവിടേക്ക് വെറുതെ വലിഞ്ഞു കയറി വന്ന് എന്നെ ശല്യം ചെയ്യരുത് എന്ന് ആദർശ് പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്നല്ലേ ആദർശൻ ഇത്രയും നാളും എന്നെ ഉപദേശിച്ചുകൊണ്ടിരുന്നത് എന്നിങ്ങനെ നയന ചോദിക്കുമ്പോൾ ഞാനും ഒരു മനുഷ്യനാണ്, ഇടയ്ക്കൊക്കെ വീഴ്ച പറ്റിയെന്ന് വരുമെന്ന് ആദർശ് നയനയോട് പറയണം. നീയേ അമ്മയെ സ്നേഹിച്ച എത്ര നാളാ അത് മൂടി വെച്ച് നടന്നതെന്നൊക്കെ ആദർശ് നയനയോട് ചോദിക്കുമ്പോൾ അതിന് ആദർശേട്ടൻ പ്രതികാരമൊക്കെ ചെയ്തില്ലേന്ന് ചോദിച്ചു നയന. അപ്പോൾ ആദർശിന് ഒന്നും പറയാനില്ല. എനിക്കിപ്പോൾ സംശയമുണ്ട്, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുകയാണോ എന്നും പറഞ്ഞിങ്ങനെ ആദർശ് പറയുമ്പം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു ആദർശേട്ടാ എന്ന് നയനെ അന്നേരം ചോദിച്ചു. അപ്പം തെറ്റ് ചെയ്തത് ഞാനാ, പക്ഷേ ആ തെറ്റെന്താണെന്ന് പറയാൻ എനിക്ക് മനസ്സില്ല, ഇപ്പം നീ അത്ര അറിഞ്ഞാൽ മതിയെന്ന് ആദർശ് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഇത്ര നന്നായി പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ജീവിതം അതിനിടയ്ക്ക് എന്താ ആദർശേട്ടന് സംഭവിച്ചത്, എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ എനിക്ക് സംഭവിച്ചത് എന്താണെന്നേ അതിപ്പോൾ നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു ഈ ആദർശ്. എന്നാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ അതും പറഞ്ഞ് നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ആദർശ് നേരം ഭയങ്കര ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്, ആരോടും ഒന്നും പറയാനൊന്നും പറ്റാതെ. ഈ ഒരു സമയത്ത് നയന നേരെ പോകുന്നത് ജയനെ കാണാനാണ്. അവിടെ ചെന്ന് അച്ഛാ ആദർശന് എന്താ പറ്റിയത്, എല്ലാവരോടും ചുമ്മാ ചൂടാവുക, അനിയോടിപ്പോൾ വല്ലാണ്ട് വയലൻ്റ് ആയി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ പറയുമ്പോൾ അവൻ എല്ലാവരോടും വയലൻ്റ് ആയിട്ടിരിക്കാം, എന്നോട് പോലും പരിസരം മറന്നാണ് മോളെ അവൻ സംസാരിക്കുന്നത്, അവൻ എന്താ പറ്റിയതെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ മോൾ അവൻ്റെ മനസ്സറിയാനായിട്ട് ശ്രമിക്കാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും മനസ്സിൽ വെച്ച് നടക്കരുതെന്നുള്ളത്. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛനറിയാവുന്നതാണല്ലോ അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വീട്ടിലുണ്ടായിട്ടുള്ളതെന്ന്. എന്നിട്ടിപ്പോൾ മനസ്സിനകത്ത് എന്താ ഉള്ളതെന്നൊന്നും ആദർശേട്ടൻ പറയുന്നില്ല എന്ന് പറയുമ്പോൾ അവനിങ്ങനെ പോയി കഴിഞ്ഞാൽ ബിസിനസ്സിനെ അത് ബാധിക്കും എന്നുള്ള കാര്യം ജയൻ അന്നേരം നയനയോട് പറയാം. ഇപ്പം അവനൊന്നിലും ഒരു ശ്രദ്ധയും ഇല്ല, ഞാൻ ആകെ വിഷമത്തിലാണ് മോളെ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശേട്ടൻ ഈ ഒരു രൂപത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഞാനും അമ്മയും തമ്മിൽ അടുത്തത് ആദർശനോട് പറയാതിരുന്നപ്പോഴാണ് മുൻപ് ഇതുപോലെ പിണങ്ങി നടന്നത്, അപ്പോഴും ജോലിയിലൊന്നും ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് എന്നോടുള്ളൊരു പിണക്കമായിരുന്നു. എന്നാൽ ഇവിടെ ചന്തുമോള് വന്നതിന് ശേഷം ആദർശേട്ടന് നല്ല മാറ്റമുണ്ടെന്ന് പറയുമ്പോൾ അത് മോള് പറഞ്ഞത് ശരിയാകട്ടോ. ചന്തുമോളുമായി ബന്ധപ്പെട്ട് വീടിനകത്ത് എന്തൊക്കെയോ സംസാരങ്ങൾ നടക്കുന്നുണ്ട്, അത് ആദർശവും അച്ഛനും തമ്മിലാണെന്ന കാര്യവും പറഞ്ഞ് ഈ ചന്തുമോളെ അച്ഛൻ പെട്ടെന്ന് വീട്ടിലേക്ക് അങ്ങനെ ചുമ്മാ കൂട്ടിക്കൊണ്ടൊന്നും വരത്തൊന്നുമില്ല, ആ കുഞ്ഞിൻ്റെ അമ്മ കോമ സ്റ്റേജിലാണെന്നും ബന്ധുക്കൾ ആരും ഇല്ലെന്നൊക്കെയാണ് പറയുന്നതെന്ന കാര്യമൊക്കെ ഇങ്ങനെ ജയം പറഞ്ഞു. പക്ഷേ അവർ നമ്മുടെ കുടുംബമായിട്ട് എന്താണ് ബന്ധമുള്ളതെന്ന് എനിക്കറിയില്ലെന്ന് പറയുമ്പോൾ അച്ഛൻ ആദർശേട്ടനോടൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. മോള് വിഷമിക്കണ്ട, ഞാൻ സംസാരിക്കാം, പക്ഷേ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകും എന്നെനിക്കറിയില്ല, അവൻ്റെ മനസ്സിന് ആ ഒരു ചൂടെന്താണെന്ന് അവൻ തുറന്നു പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിനൊരു പരിഹാരം കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇന്ന് 11 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, അതുപോലും അവൻ അറ്റൻഡ് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പൊന്നും എനിക്കില്ല, അത് ഓർത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല, ഞാനെന്തായാലും അവനോടൊന്ന് പോയി ചോദിക്കട്ടെ, അപ്പം അറിയാലോ അവൻ്റെ മനസ്സിൽ വല്ലതും ഉണ്ടോ എന്നൊന്നും പറഞ്ഞ് ജയൻ അങ്ങോട്ട് പോണു. നയനെ ഇവിടെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. ആ സമയത്ത് ആദർശ് ഇങ്ങനെ അവിടെ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജയൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ സമയം എത്ര ആയെന്ന് അറിയോ നിനക്ക് നീ എന്ന് അച്ഛൻ മോനോട് ചോദിച്ചു. അപ്പോൾ എന്താ അച്ഛാ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അല്ല സമയം ഇപ്പം എത്രയായി, അത് പിന്നെ 10:35. എന്ന് വെച്ചാൽ ഇനി 23 മിനിറ്റേ ഉള്ളൂ. എന്തിന്? അത് പിന്നെ ഓർമ്മയില്ലല്ലേ, മറന്നുപോയല്ലേ, സാധാരണ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നീയാണ് അത് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്, ഇത്തവണ ഇത് എന്താടാ ഇത്, നിനക്കെന്താ പറ്റിയത്? ഇന്നൊരു അർജൻറ്റ് കസ്റ്റമേഴ്സ് മീറ്റിംഗ് ആണ്, അതും ബൾക്കായിട്ടുള്ള ചില ഓർഡറുകൾ നമ്മൾക്ക് കിട്ടേണ്ടതുമാണ്, അവിടെയാണ് നീ അനാസ്ഥ കാണിക്കുന്നതെന്ന് നീ ഓർക്കണമെന്ന് പറയുമ്പം അത് പിന്നെ അച്ഛാ ഇന്നത്തെ മീറ്റിംഗ് അച്ഛൻ അറ്റൻഡ് ചെയ്താൽ മതിയെന്നും എൻ്റെ മനസ്സത്ര ശരിയല്ലെന്നൊക്കെ ആദർശ് അച്ഛനോട് പറയുമ്പം അത് നീ പറയാതെ തന്നെ എനിക്കറിയാം നിൻ്റെ മനസ്സ് ശരിയല്ലെന്ന്, അല്ലെങ്കിൽ നീ നയനയോടൊന്നും തട്ടിക്കയറില്ലല്ലോ, അവളെന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അച്ഛനോട് പറയുന്നതെന്ന് അന്നേരം ആദർശ് ചോദിച്ചു. എടാ മോനെ, ഭർത്താവിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ഏത് പെൺകുട്ടികളാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാരോട് അതിനെപ്പറ്റി പറഞ്ഞെന്നിരിക്കും, എന്ന് വെച്ച് ഇവിടെ നയനമോൾ പരാതിയായിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എന്താ കാരണമെന്ന് നയനമോൾക്ക് അറിയില്ല, അതെന്താണെന്ന് അവൾ എന്നോട് വന്ന് ചോദിച്ചു, അത് അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ അനിയൻ്റെ രൂപത്തിലും ഭാര്യയുടെ രൂപത്തിൽ മാറി മാറി എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം അവരൊക്കെ എന്നു മുതൽ ആദർശം നിനക്ക് ഡിസ്റ്റർബൻസ് ആയതെന്ന് ചോദിക്കുക. നേരം ഈ നമ്മുടെ ജയൻ അച്ഛാ എനിക്കിപ്പോൾ കുറച്ച് സമാധാനം വേണം, ഞാൻ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ സാഹചര്യം എന്താണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പരിഹാരം കാണാൻ പറ്റിയാലോ, അപ്പോൾ അതൊന്നും പറ്റത്തില്ല, എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ തന്നെയാണ് പരിഹരിക്കേണ്ടതെന്ന് ആദർശ് അന്നേരം അച്ഛനോട് പറഞ്ഞു. മോനെ, നിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ
കുടുംബത്തിലുള്ള എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ്. കാരണം ആ കുടുംബത്തെ ഇപ്പം നയിക്കുന്നതേ നീയാ, അത് നീ ഓർക്കണമെന്നും പറഞ്ഞുകൊണ്ട് ജയൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അതുകൊണ്ട് തന്നെ നീ പക്വതയില്ലാണ്ട് പെരുമാറുമ്പോഴേ ആരായാലും ഒന്ന് നെറ്റി ചുളിച്ചെന്ന് വരും. അവർ ചോദ്യങ്ങളുമായി നിന്റെ മുന്നിലേക്ക് വന്നൊന്നും വരും. അവർക്ക് കൃത്യമായൊരു ഉത്തരം കൊടുക്കാൻ നിനക്ക് പറ്റാത്തത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും നിന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ, അച്ഛാ പ്ലീസ് ഇന്നത്തെ മീറ്റിംഗ് അച്ഛനൊന്ന് അറ്റൻഡ് ചെയ്യുക, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധി തരണം ചെയ്തിട്ടില്ല അച്ഛാ, പ്ലീസ് അച്ഛാ എന്ന് പറയുമ്പം, അതിന് മാത്രം എന്താടാ ഇവിടെ ഉണ്ടായത്, നീ എന്താണെന്ന് വെച്ചാൽ പറ, ബിസിനസ്സൊക്കെ നന്നായി തന്നെ നടക്കുന്നില്ലേ, പ്രോഫിറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറം തന്നെ കിട്ടുന്നില്ലേ, പിന്നെന്താ കുഴപ്പം, ഒരു ബിസിനസ്സുകാരനെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവേണ്ട സമയത്തല്ലേ നീ ഇതുപോലെ ടെൻഷനൊക്കെ അടിച്ച് നടക്കുന്നത്, ഇതെന്താ മോനെ ഇതെന്ന് ചോദിക്കുമ്പം, അച്ഛാ എൻ്റെ ടെൻഷന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. അച്ഛൻ അതിപ്പോൾ എന്നോട് ചോദിക്കരുതെന്ന് പറയുമ്പം, ഇല്ല ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണെങ്കിലും അത് ഉടനെ പരിഹരിച്ചേക്കണം, വെച്ച് നീട്ടിയേക്കരുതെന്നും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോയി. അതിന് നിന്റെ ജീവിതത്തെയോ ഈ ബിസിനസ്സിനെയോ ബാധിക്കരുതെന്നും പറഞ്ഞിട്ട്. പക്ഷെ ആദർശിന് പരിഹരിക്കാൻ പറ്റുമോ? ആദർശ് ഇങ്ങനെ അന്തം വിട്ട് കുന്തം പിഴിഞ്ഞാലും അവിടെ ഇരിക്കുക. ആ സമയം പിന്നെ കാണിക്കുന്ന മുത്തശ്ശിനെ ആട്ടോ. മുത്തശ്ശിനി ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അച്ഛാ എന്നും പറഞ്ഞു വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ ഈ സമയത്ത് വന്നത് അച്ഛന് ബുദ്ധിമുട്ടായെന്ന് ചോദിച്ചു. അപ്പം നീ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം, നിൻ്റെ മോനെ പറ്റി പറയാൻ അല്ലേന്ന് ചോദിക്കുമ്പോൾ, അവനിപ്പോൾ നോർമൽ അല്ല അച്ഛാ എന്ന് ദേവയാനി പറയാം. നയനമോള് ഇപ്പോൾ വിളിച്ച് പരാതി പറഞ്ഞതേ ഉള്ളൂ, എടുത്തടിച്ചതുപോലെ എല്ലാവരോടും സംസാരിക്കുകയും ചൂടാവുകയൊക്കെയാണെന്ന് അവൾ പറയുന്നതെന്ന കാര്യം പറയുമ്പം, മോൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതെന്താ ഇദ്ദേഹം ഒന്ന് ചോദിക്കാത്തതെന്ന് ചോദിച്ചു മുത്തശ്ശി. അവനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാനും അവനറിയാം, പിന്നെ ഞാനതിനകത്ത് കയറി ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ, അച്ഛാ ചന്തുമോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അവൻ്റെ സ്വഭാവത്തിൽ ഈ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഈ ചന്തുമോളും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു ദേവയാനി. അപ്പം ഞാനും അതിനെപ്പറ്റി ഒരുപാട് തവണ ഇദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു, ഒന്നും ഇല്ലെന്നാണ് പറയുന്നതെന്ന് മുത്തശ്ശി അന്നേരം ദേവയാനിയോട് പറഞ്ഞു. അപ്പം അച്ഛൻ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. ഇവിടെ പിന്നെ ആദർശിൻ്റെ കാര്യത്തിൽ സ്വഭാവത്തിൽ വല്ല മാറ്റമോ കാര്യങ്ങളോ വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒരു കാര്യത്തെപ്പറ്റി 100% ഉറപ്പില്ലാതെ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാറുമില്ല, പറയുകയില്ല. ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഒരേ സ്വഭാവമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആദർശിൻ്റെ മനസ്സിലുള്ളത് അവൻ പറഞ്ഞേനെ. ചന്തമോളെ ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്നുണ്ടച്ചാ. എനിക്ക് കൊച്ചുമക്കളില്ലാത്തത് കൊണ്ട് അവളും ഞാൻ എൻ്റെ സ്വന്തം പേരക്കുട്ടിയെ തന്നെയാണ് കാണുന്നതെന്നൊക്കെ ദേവയാനി മുത്തശ്ശനോട് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശനാകെ ഇതായിട്ടിരിക്കാം. ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ കുഞ്ഞുമായിട്ട് ഞാനും നയനയും ഒരുപാട് അങ്ങ് അടുത്തു പോയെന്നും പറഞ്ഞു. അപ്പോഴും ഈ ചന്തുമോളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണെന്ന് ദേവയാനി പറയുമ്പോൾ, ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല എന്ന് മുത്തശ്ശൻ. മോളിനി ഈ വീട്ടിൽ വളരണമെന്ന് പറഞ്ഞത് ഞാനാ, ഞാൻ മരിക്കുന്നത് വരെ അത് പൊളിച്ചെഴുതാൻ ആർക്കും പറ്റില്ലെന്ന് പറഞ്ഞ് അനന്തമൂർത്തി നിന്നങ്ങ് ഭയങ്കര വലിയ തീരുമാനങ്ങളൊക്കെ അറിയിക്കുക. എങ്കിലും എല്ലാവരും സ്നേഹിച്ചത് ശേഷം പെട്ടെന്നൊരു ദിവസം ആരെങ്കിലും മോളെ വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വന്നാൽ അതെല്ലാവർക്കും വേദനയാവത്തില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം, അങ്ങനെ ആരും മോളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാനായിട്ട് ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. മോളുടെ അമ്മ കോമ സ്റ്റേജിലാണ്, അങ്ങനെ ഇല്ലാതെ കിടക്കുന്ന ആ ഒരു അമ്മയല്ലാതെ ആ മോൾക്ക് മറ്റാരും അവകാശികളായിട്ടില്ല എന്ന് പറഞ്ഞു മുത്തശ്ശൻ. അല്ല ചന്ദമോളുടെ അമ്മയെ അച്ഛൻ നേരത്തെ അറിയുമോ എന്ന് ചോദിക്കുമ്പം, അതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്താ പ്രയോജനം, നീ ഇതിനതൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചു. അല്ല ആദർശിനി സംഭവങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവനിങ്ങനെ മറ്റുള്ളവരോട് പെരുമാറത്തില്ല എന്ന് ദേവയാനി പറഞ്ഞു. പിന്നെ രാവിലെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചതാ, അവൻ ആഹാരത്തിനോട് യാതൊരു താല്പര്യവും കാണിച്ചില്ലമ്മേ. അവന് ആഹാരമൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ, അങ്ങനെ ആഹാരം കഴിക്കാതിരുന്ന അവൻ്റെ ആരോഗ്യത്തെ അല്ലേ അത് ബാധിക്കുന്നേ, അപ്പം പിന്നെ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് മാറ്റണ്ടേ എന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ മുത്തശ്ശനോട് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ, നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടെ വരെ പോകുമെന്ന്, അവനാദ്യം വരട്ടെ, അവനോട് ഞാൻ സംസാരിക്കാമെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു. നയനമോൾ എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് അച്ഛനോട് പറയാനായിട്ട് വന്നത് കേട്ടോ. അവർ തമ്മിൽ എന്തായാലും വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി പറയുകയും ചെയ്തു. പിന്നെ അവൻ്റെ മാറ്റത്തിനൊരു കാരണം വേണ്ടേ അച്ഛാ, ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ തലയിൽ വെച്ചുകൊണ്ടല്ലേ അവൻ നടക്കുന്നത്. അപ്പോൾ മനസ്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാ അച്ഛാ ചെയ്യുന്നത്, അതായിരിക്കും
എന്നും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോയി. അപ്പോൾ ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശിൻ്റെ ഈ ഒരു കാര്യത്തിന് എന്താ ചെയ്യുന്നത്, എന്താ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല വസുന്ധരെ, ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്, അതിനുശേഷം തന്നോട് പറയേണ്ടതെല്ലാം ഞാൻ പറയാമെന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്ന് പോയി. മുത്തശ്ശി വീണ്ടും ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ കുഞ്ഞുവാവിയെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബി അങ്ങോട്ടേക്ക് വന്നു. ആഹാ, ഇത് എന്തൊരു വേഷമാണ്, പ്രസവം കഴിഞ്ഞപ്പോഴേക്കും സെറ്റപ്പൊക്കെ ആകെ അങ്ങ് മാറിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിനെ നോക്കുന്നതല്ലേ, അപ്പോൾ ഇതാ കംഫർട്ടബിൾ എന്ന് നമ്മുടെ നവ്യ പറഞ്ഞു. എന്നാൽ പിന്നെ ഇതുപോലത്തെ കുറേ ഡ്രസ്സേ വാങ്ങിച്ച് തരട്ടെ എന്നൊക്കെ ഇങ്ങനെ അബി ചോദിക്കുക നവ്യയോട്. എന്നിട്ട് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ച് ഇങ്ങനെ ഇരിക്കുക. അതെ, നിൻ്റെ അമ്മയോടും അച്ഛനോടും ഒന്നും പറയണ്ട കേട്ടോ. എന്ത് ഇനിയിപ്പോൾ നിൻ്റെ അടുത്ത് നിന്ന് ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. നമ്മുടെ വീട്ടിലൊരു പുതിയ അംഗം വന്നിട്ടുണ്ട്, ഒരു 5 വയസ്സുകാരി എന്ന് അബി പറയുമ്പോൾ അയ്യോ അതെവിടെ നിന്ന് വന്നതാണെന്ന് ചോദിച്ചു നവ്യെ. അപ്പോൾ മുത്തശ്ശൻ്റെ വട്ടാണെന്ന് അബി പറയാം. വട്ടോ? അപ്പം നടന്നതൊന്നും ഇവളോട് അതേപടി പറയണ്ടെന്ന് അബി ചിന്തിക്കുക. എന്നിട്ട് അത് ഏതാ കുട്ടിയെന്ന് നവ്യ ചോദിക്കുമ്പം ഒരു അനാഥ കുട്ടിയാണെന്നാ പറഞ്ഞതെന്ന് അബി പറയണു. പിന്നെ അവിടെ എല്ലാവരും ഇപ്പം അതിനെ സ്വന്തമാണെന്ന് കരുതി സ്നേഹിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഓഹോ അത് ശരി, അപ്പം നമ്മുടെ കുഞ്ഞ് വരുന്നതിന് മുൻപ് അവിടെ വേറൊരു കുഞ്ഞ് കയറി പറ്റിയോ എന്നിങ്ങനെ നവ്യ ചോദിക്കുമ്പം ഇപ്പം നമ്മുടെ കുഞ്ഞ് വരുമ്പോഴേക്കും അവളെ എല്ലാവരും അനന്തപുരിയിലെ പേരക്കുട്ടി ആക്കുമെന്ന് എൻ്റെ ഒരു പേടിയെന്നൊക്കെ അബി ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നവ്യയ്ക്ക് ഭയങ്കര സങ്കടം. പിന്നെ നമ്മുടെ മോനൊരു കളിക്കൂട്ടുകാർ വന്നു എന്നാ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറയുന്നതെന്നൊക്കെ പറയുമ്പം എന്നിട്ട് നയനെ വിളിച്ചപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, നീ മടങ്ങി വരുന്നത് വരെ ഇത് അറിയണ്ടെന്നാ അവരുടെ എല്ലാവരുടെയും അഭിപ്രായം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞിരിക്കുക നവ്യ. അതുകൊണ്ടാണ് നിന്നോടിപ്പോൾ പറഞ്ഞതൊക്കെ നിൻ്റെ അച്ഛനും അമ്മയും അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ആരോടൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ എന്നിട്ട് ചോദിച്ചു. എന്നാലും ആരെ എന്താണെന്നൊന്നും അറിയാതെ ഒരു പെൺകുട്ടി അവിടെ കൊണ്ടുവന്നൊക്കെ താമസിപ്പിക്കുന്നത് ശരിയാണോ എന്നൊക്കെ നവ്യ ചോദിച്ചു. അവൾക്ക് എത്ര വയസ്സുണ്ടെന്നാണ് പറഞ്ഞ്? 5 വയസ്സ് കാണുമായിരിക്കും. അതും ഒരു പെൺകുഞ്ഞ്, ഒരു 5 വയസ്സുകാരി പെട്ടെന്നങ്ങ് വളരത്തില്ലേന്ന് ചോദിച്ചു കേട്ടോ നവ്യ. എന്തിനാ ഈ ബാധ്യതയ്ക്ക് ഏറ്റെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നു നവ്യെ, ഞങ്ങളുടെ കുടുംബത്തിന് ഒരു 10 തലമുറയ്ക്ക് കഴിയാനുള്ള വകയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്നല്ല 19 കുഞ്ഞുങ്ങൾ വന്ന് താമസിച്ചാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നവ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ മുത്തശ്ശൻ അനാഥാലയങ്ങൾക്ക് ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നവ്യയ്ക്ക് മുന്നിൽ അവൻ ആദ്യ ജാമ്യം അങ്ങ് എടുത്ത് അങ്ങ് വെച്ചേക്കുവാണ്. അങ്ങനെ നവ്യയുടെ സമാധാനം മൊത്തത്തിൽ പോയി അബി പറയുന്നതൊക്കെ കേട്ടിട്ടേ. അങ്ങനെ നവ്യ ആണെന്നുണ്ടെങ്കിൽ ആകെ സമാധാനം കിട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇതെല്ലാം അബി കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അനി ഇങ്ങനെ റൂമിൽ വിഷമിച്ചിരിക്കുമ്പോൾ അനിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. മോനെ അനി എന്നും പറഞ്ഞ് വിളിച്ചു. എന്താ വല്യമ്മേ ആദർശേട്ടൻ എന്താ പറ്റിയത്? അടുത്തേക്ക് ചെല്ലുമ്പോൾ കടിച്ചു കയറാനാണല്ലോ വരുന്നത്, എന്താണെന്ന് ചോദിച്ചു. നയനമോളും എന്നോടത് വിളിച്ചു പറഞ്ഞായിരുന്നു മോനെ. ഏട്ടത്തിക്കും അറിയില്ലേ ഏട്ടൻ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന്? ഇല്ല, നിന്നോടാണല്ലോ അനി അവൻ എല്ലാ രഹസ്യങ്ങളും പറയുന്നേ. ആ ചന്തുമോള് വന്നതിന് ശേഷമാണ് ഏട്ടൻ ഈ മാറ്റമൊക്കെ ഉണ്ടായതെന്ന് അനി അന്നേരം പറഞ്ഞു. ഏട്ടൻ എന്തോ അലട്ടുന്നുണ്ട് വല്യമ്മേ, അത് ഉറപ്പാണെന്ന് പറയുമ്പം നിനക്ക് അതേപ്പറ്റി അവനോടൊന്ന് ചോദിച്ചുകൂടായിരുന്നു മോനെ? എങ്ങനെ ഞാൻ ചോദിക്കും, ഞാൻ കമ്പനിയിൽ പോയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റേതായ ചില പ്രശ്നങ്ങൾ സംസാരിക്കാനായിട്ട് ചെന്നപ്പോൾ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ എന്നുള്ള കാര്യവും അനി ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവയാനിക്ക് ഭയങ്കര ധർമ്മസങ്കടം. മോനെ, ചന്തുമോൾ ഒരു പാവം കൊച്ചാ, അതിൻ്റെ മുഖത്ത് നോക്കി ആർക്കും അതിനെ വഴക്ക് പറയാനൊന്നും തോന്നുന്നില്ല. എന്നാൽ നിൻ്റെ ഏട്ടനോ അതിന് മുഖം കൊടുക്കാറേ ഇല്ല, അതെന്താ അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചോദിച്ചു. ചന്തുമോളും അവനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊരു ദിവസം മുത്തശ്ശൻ ആദർശേട്ടനെ അഭിക്കും. അപ്പം ആ കുട്ടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതല്ലേ, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ കാണും. പിന്നെ ഒരിക്കലും ഏട്ടൻ്റെ ആ ഒരു ഇത് എൻ്റെ പിടിയിലല്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ജീവിതം ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ ആദർശേട്ടൻ കൂടി എന്നോട് ദേഷ്യപ്പെട്ടാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ അനി ഇങ്ങനെ പറഞ്ഞു. അന്നേരം അവനിങ്ങ് വരട്ടെ, അവൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ അവനോട് ചോദിക്കാൻ മോനെ എന്നും പറഞ്ഞ് ദേവയാനി അവിടുന്ന് പോയ ദേവയാനി തിരിച്ചു വന്നു. അപ്പോൾ അനാമിക എവിടെ പോയെന്ന് ചോദിച്ചു അനി. നീയല്ലേ അവളുടെ ഭർത്താവ്, അപ്പോൾ അവൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ നീയല്ലേ അന്വേഷിക്കേണ്ടതെന്ന് ദേവയാനി അനിയോട് ചോദിക്കുക. ഭാര്യയെ പഠിക്കേണ്ടതേ ഭർത്താവാ, അല്ലാതെ അമ്മയും വല്യമ്മയൊന്നും അല്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുമ്പം അവളെ ഞാൻ ശരിക്കും പഠിച്ചു വല്യമ്മേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി അവളെ അവളുടെ വഴിക്ക് വിടാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ ദേവയാനിയോട് പറയുമ്പോൾ ദേവയാനി അന്തം വിട്ട് നോക്കി ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.